ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ടോട്ടൽ എത്ര ചാപ്റ്റർ ഉണ്ട് കെമിസ്ട്രിയില്? 10 ചാപ്റ്റേഴ്സ് അല്ലെ? ഓക്കെ. ആ 10 ചാപ്റ്റേഴ്സ് ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ 2 വീക്സ് ഉണ്ട് അല്ലെ? 2 വീക്സ് എന്ന് പറയാനില്ല, ഇനി വരുന്ന സെക്കൻഡ് സൺഡേസിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അന്ന് ബേസിക്സ് വിത്ത് കണ്ടന്റുകൾ കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം മുതൽ അവിടെ വരെയുള്ള ഓരോ ചാപ്റ്ററിന്റെയും ബ്രീഫായിട്ട് ഏറ്റവും മെയിൻ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറയുന്ന ഒരു പ്രോസസ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ഇന്ന് ആദ്യം ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ അടുത്ത്? ന്യൂമറിക്കൽ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ന്യൂമറിക്കൽ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? എത്രയായിരുന്നു? സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. അതിൽ സൊല്യൂഷൻ കഴിഞ്ഞു, ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. കെമിക്കൽ കൈനറ്റിക്സിന്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാസ്റ്റ് ഇയറിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഫസ്റ്റ് സൊല്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിൽ സൊല്യൂഷന്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതൊക്കെ പോർഷനാ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. ഏതായിരുന്നു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ ആദ്യം വരുന്ന ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് വരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അത് അൾട്രാ ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബ്രീഫ് പറയുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നോക്കേണ്ടത് ആദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഫസ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിലെന്തായിരുന്നു? P0 മൈനസ് പി ഡിവൈഡഡ് ബൈ P0 ഈക്വൽ ടു x2 അല്ലെങ്കിൽ chi2 അല്ലെ, പുറത്തു വെക്കുക. ദെൻ കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോല്യൂട്ട്. ദെൻ നെക്സ്റ്റ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. ദെൻ നെക്സ്റ്റ് അടുത്ത എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു CRT ഓർ N ബൈ VRT. Then ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ അബ്നോർമൽ മോളിക്കുലർ മാസ് I ഈക്വൽ ടു നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, I ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദെൻ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് അതിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ അബ്നോർമൽ മോളിക്കുലർ മാസിൽ വരുന്നതാണ് I greater than 1 ഡിസോസിയേഷൻ അല്ലെ, I less than 1 അസോസിയേഷൻ. ഡിസോസിയേഷനില് ഐയുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ വരുന്നതാണ് ആൽഫ. ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ഡിവൈഡഡ് ബൈ N മൈനസ് 1. ഒന്ന് പറഞ്ഞേ, ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ബൈ N മൈനസ് 1 കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും ഓസ്വാള് അതുപോലെ ഈ ബുക്കിൽ നേരെ തിരിച്ചെഴുതിയിട്ടുണ്ട്. രണ്ടും റൈറ്റ് ആണ്, ആൻസർ തെറ്റൊന്നുമില്ല. 1 മൈനസ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും കേട്ടോ. ഓക്കെ, അങ്ങനെ കിട്ടിക്കോളും കേട്ടോ. ഓർത്തോക്കെ നേരെ തിരിച്ചെഴുതാം. 1 മൈനസ് N അല്ലെ, ആ താഴെയുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ചില ബുക്കുകളിൽ M എന്നായിരിക്കും കൊടുത്തേക്കുന്നത്, ഓസ്വാളിൽ M ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് N പകരം M. അപ്പൊ N എന്തായിരുന്നു? നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ദെൻ ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ബൈ 1 ബൈ N മൈനസ് 1. ഓക്കെ, അപ്പോ ആ കോർ പാർട്ട്, അപ്പോ സൊല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് റിലേറ്റഡ് തിങ് അത് പറഞ്ഞു. ഇനി ആദ്യത്തെ ഏരിയ എന്താണ്? നെക്സ്റ്റ് ഏരിയ ഫസ്റ്റ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം എന്തായിരുന്നു? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത് കിട്ടുമെന്ന് സെൽഫായിട്ട് ചെക്ക് ചെയ്യുക അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ അത് കഴിഞ്ഞാൽ ഹെഡിങ് എന്താ പറ? അത് കഴിഞ്ഞാൽ എൻട്രീസിലേക്ക് മുമ്പ് ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, എന്താണ്? ഡിസൊല്യൂഷന്റെ അല്ലെ, സോളിഡ് ഇൻ ലിക്വിഡ്. അത് കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതിൽ ഹെൻറീസ് ലോ P ഈക്വൽ ടു KH ഇൻറ്റു കൈ. ദെൻ 3 ആപ്ലിക്കേഷൻ എന്തായിരുന്നു? 3 ആപ്ലിക്കേഷൻ ബെൻഡ്, അനോക്സിയ കണ്ടോ, ഓർത്തുക. അങ്ങനെ ഓർമ്മയിലേക്ക് വരണം. ദെൻ റൗൾസ് ലോ ഇക്വേഷൻ എന്തായിരുന്നു? P ഈക്വൽ ടു P0 ഇൻറ്റു കൈ അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ അല്ലെ, എന്തായിരുന്നു ഐഡിയൽ സൊല്യൂഷന്റെ ക്രൈറ്റീരിയ? റൗൾസ് ലോ. ദെൻ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ഡെൽറ്റ H മിക്സ് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ V മിക്സ് ഈസ് ഈക്വൽ ടു 0. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, AB AA BB ഇന്ററാക്ഷൻ ഓൾമോസ്റ്റ് ഈക്വൽ. A എന്തായിരുന്നു? B എന്താണ്? നേരെ തിരിച്ച് കേട്ടോ. ഓക്കെ, B സോല്യൂട്ടും A സോൾവെന്റും, അല്ലെങ്കിൽ 2 സോല്യൂട്ട് 1 സോൾവെന്റ്, അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ 2 എണ്ണം ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, 3 എണ്ണം ഉണ്ട്. 3 എണ്ണം. ക്ലോറോ, മീഥേൻ, ഈഥേൻ ആൻഡ് ബ്രോമോ ഈഥേൻ. ഓക്കെ, അടുത്ത ക്ലോറോ
ബെൻസീൻ ഇല്ല. ബെൻസീന്റെ ആരൊക്കെയാ? ബെൻസീൻ ആൻഡ് ടോളുവിൻ കേട്ടോ. ബെൻസീൻ ആൻഡ് ടോളുവിൻ, ക്ലോറോ ഈഥേൻ ആൻഡ് ബ്രോമോ ഈഥേൻ. ഒരെണ്ണം കൂടിയുണ്ട്, എൻ എന്ന് തുടങ്ങുന്നത്. ആരെങ്കിലും പറ. എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റേൻ കേട്ടോ. 3 എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നന്നായിട്ട് പഠിച്ചു നോക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് വന്നാൽ ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ ബി മിക്സ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? നെഗറ്റീവ് ഡീവിയേഷൻ അല്ലെ, ഓർത്ത് നോക്കുക. എന്തായിരുന്നു ഇതിന്റെ ഡെഫിനിഷൻ? നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ എന്താ? റോൾസ് ലോ എക്സ്പെക്ട് ചെയ്യുന്ന പ്രഷറിനേക്കാളും ലോവർ ആയിരിക്കും അല്ലെ. അപ്പൊ സൊല്യൂഷൻ വേപ്പർ പ്രഷർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി എക്സ്പെക്ടഡ് റോൾസ് ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ദി നെഗറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം അല്ലെ, അങ്ങനെ പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞ അസിയോട്രോപ്സ്. അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ബൈനറി മിക്സ്ചർ ഹാവിംഗ് ദ സെയിം കോമ്പോസിഷൻ ഇൻ അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബ്രീഫ് എന്ന് പറഞ്ഞ മെയിൻ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരണം. റിപ്പീറ്റഡ് കേട്ടോ, ഓർത്ത് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കിട്ടും അല്ലെ, ഓർത്ത് നോക്കുക. ഈ ബ്രൂസിലിയുടെ ഒരു വേർഡ് ഉണ്ട് ആക്ച്വലി പ്രാക്ടീസിനെ കുറിച്ച്. കുറെ സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഏറെ ഒരു സാധനം 10,000 ടൈം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ വേർഡ് മറന്നുപോയി, 10,000 ടൈം പ്രാക്ടീസ് ചെയ്താൽ പിന്നെന്താ അതിൽ മാസ്റ്ററാ എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ അറിയണമല്ല, പറയുന്ന കാര്യം അത്ര ആക്യുറേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിനെ നിങ്ങൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം റിപ്പീറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടോ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് നോക്കുക. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്തായിരുന്നു? പെട്ടെന്ന് ഓർഡറിൽ കിട്ടണം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാനിയൽ സെൽ അല്ലെ, അതിൽ ലോൺ ഓർത്ത് നോക്കണം. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ ആദ്യത്തെ ഇക്വേഷൻ വരുന്നത് ഇ നോട്ട് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? EMF. EMF is equal to E naught cathode minus E naught anode. Then next അടുത്തത് എന്താ? Nernst equation അല്ലെ, ഓർത്ത് നോക്കുക. Nernst equationൽ E cell equal to E naught cell minus 2.303 RT by NF log അല്ലെ C raised to C D raised to D ആ വരുന്ന, അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് അയോൺ ബൈ കാഥോഡ് അയോൺ. Then അതിനെ 2.303 പകരം മെയിൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 0.059 ഡിവൈഡഡ് ബൈ n. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നെർൻസ്റ്റ് ഇക്വേഷൻ ആയിട്ട് റിലേഷൻ ചെയ്യുന്നതാണ് Kc ആൻഡ് E naught cell. E naught cell equal to 0.059 by n log Kc. Then delta G equal to minus NF E naught cell. കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ അറിയുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ട് എന്റെ ഒപ്പം പറയണം കേട്ടോ. ഓക്കെ, അതൊന്ന് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. നെക്സ്റ്റ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ ഇക്വേഷൻ ഉണ്ട്. R equal to rho into L by A. Then next എന്തായിരുന്നു? G equal to kappa into A by L. Then G star equal to R kappa. Then lambda M equal to kappa into 1000 divided by molarity. Then alpha equal to lambda M divided by lambda naught M. Then next അടുത്ത എന്തായിരുന്നു? K equal to C alpha square by 1 minus alpha. Then അത് കഴിഞ്ഞ് ടോപ്പിക് ബേസ് ചെയ്തിട്ട് അതിൽ വന്നേക്കുന്ന ഒരു ഏരിയ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ടൻസ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. ഒരു ടോപ്പിക് പറ. മെറ്റാലിക് കണ്ടക്ടൻസിൽ എന്തുണ്ട്? മെറ്റാലിക് കണ്ടക്ടൻസിൽ എന്തുണ്ട്? കിട്ടി അല്ലെ. എന്തായിരുന്നു? മെറ്റാലിക് കണ്ടക്ടൻസിൽ ഫ്രീ ഇലക്ട്രോൺ, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിൽ അയോൺസ് അല്ലെ, ഓർത്ത് നോക്കുക. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. സെക്കൻഡ്, അതില് മെയിൻ ആയിട്ട് വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് നേച്ചർ ഓഫ് മെറ്റൽ. അത് രണ്ടിലും കോമൺ ആണ്. ഒരെണ്ണം ഉണ്ട്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അതേതായിരുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസസ്, മെറ്റാലിക് കണ്ടക്ടൻസ് ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഇൻക്രീസസ്. 3 പോയിന്റ് ഷാർപ്പായിട്ട് ഓർത്തു വെക്കണം, ക്ലിയർ ആയിട്ട്. ദെൻ നെക്സ്റ്റ് അവിടെ കൊളറസ് ലോ ചോദിക്കാം. ഈ ടോപ്പിക്കിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ കൊളറസ് ലോ എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ റിപ്പീറ്റ് ചെയ്ത ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte is the sum of individual contribution of cation and anion. Then next അടുത്ത എന്തായിരുന്നു? ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. നിങ്ങൾക്ക് ചാപ്റ്റർ തുറക്കാതെ ഇത് ചാപ്റ്ററിന്റെ ഓർഡർ ഓർമ്മ തന്നെ, അതിനെ കൺട്രോളിലാക്കണം നമുക്ക് കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്യും ബ്രെയിനിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടില്ല, അങ്ങനെയല്ല. ആ പൊസിഷൻ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റണം.
കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസും അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും റിപ്പീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് അടുത്ത് വരുന്നതാണ് അതിൽ ഇക്വേഷൻ F equal to m/n, Q equal to IT. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, ലോ പഠിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് W is equal to m/nf into IT. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ. ഇനി അത് കഴിഞ്ഞ് ബാറ്ററി ഉണ്ട് അല്ലേ. ബാറ്ററി ഏതൊക്കെയായിരുന്നു? പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി ആൻഡ് ഫ്യൂവൽ സെൽ. ദെൻ പ്രൈമറി ബാറ്ററി അല്ലെ ഏതൊക്കെയായിരുന്നു? ലെഗ്രാഞ്ച് സെൽ ഓർ ഡ്രൈ സെൽ. പിന്നെ എന്തൊക്കെയായിരുന്നു? മെർക്കുറി സെൽ അല്ലെ, ബട്ടൺ സെൽ എന്ന് പറയുന്നത്. സെക്കൻഡറി ബാറ്ററി വേറെ ആരും പറയണ്ട, പ്രണവ് പറഞ്ഞു. സെക്കൻഡറി ബാറ്ററിയിൽ 2 എക്സാമ്പിൾ. ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, വണ്ടിയിൽ ഉപയോഗിക്കുന്ന, കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെ. ഓക്കെ, അനദർ എക്സാമ്പിൾ എന്തായിരുന്നു? നിക്കൽ കാഡ്മിയം ബാറ്ററി. ഉണ്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ 2 ബാറ്ററി ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അതിന്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് അതെല്ലാം നമുക്ക് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ബിലാലെ അതിൽ ആനോഡ് എന്തായിരുന്നു? ലെഡ് സ്റ്റോറേജില് ആണോ? PB ആണ്, മറ്റേത് PBO. അതെ അത്രയും കേട്ടോ. ഓക്കെ, ഇപ്പൊ രണ്ടും റൈറ്റ് ആയി. ദെൻ ഇലക്ട്രോലൈറ്റ് പറഞ്ഞു. ഇലക്ട്രോലൈറ്റ് എത്രയോ പെർസെന്റേജാ? 38% സൾഫ്യൂരിക് ആസിഡ്. ആ പെർസെന്റേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ദെൻ നെക്സ്റ്റ് നിക്കൽ കാഡ്മിയം ബാറ്ററി. അത് കഴിഞ്ഞ ഫ്യൂവൽ സെൽ ഉണ്ട് അല്ലെ. ഫ്യൂവൽ സെല്ലില് ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം. എ ഗാൽവാനിക് സെൽ കൺവേർട്ട് കമ്പസ്റ്റബിൾ ഗ്യാസ് ലൈക്ക് മീഥെയിൻ, ഹൈഡ്രജൻ അല്ലെ എക്സെട്ര ടു ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളതിനെ കത്തിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുകയാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്യൂൽ സെൽ. ലാസ്റ്റ് ടോപ്പിക് എന്താ ഈ ചാപ്റ്ററിലാണ്? കൊറോഷൻ അല്ലെ. ഓക്കെ, ആ ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. എനിക്ക് ബ്രീഫ് ഓക്കെ ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം വീട്ടിൽ പോയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത എന്താ? കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? റേറ്റ് ഇക്വേഷൻ മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലെ. അതൊക്കെ കഴിഞ്ഞ ആ പിക്ചർ ഒക്കെ നോക്കി ടെക്സ്റ്റ് ബുക്കിൽ ആ ഗ്രാഫ് ഒക്കെ ഇങ്ങനെ അത് നോക്കി ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, വേഗം മൂവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാ. നെക്സ്റ്റ് ഓർ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ആ മൈനസ് കൊടുക്കുന്നത് എന്താ? റേറ്റ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പിന്നെ എന്തിനാ മൈനസ് കൊടുത്തേ? കോൺസെൻട്രേഷൻ അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യലി ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ മൈനസ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കുക. റേറ്റ് നെഗറ്റീവ് ആവില്ല, അത് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് അവിടെ വരുന്നത് റേറ്റ് ലോ. റേറ്റ് ലോ എന്തായിരുന്നു? K equal to A raised to X and B raised to Y അല്ലെ. K into A raised to X and B raised to Y. Then X plus Y എന്താ? ഓർഡർ ഓഫ് റിയാക്ഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ടോപ്പിക്കുകൾ വരുന്നുണ്ട്. എലമെന്ററി റിയാക്ഷൻ ഡെഫിനിഷൻ എന്താണ് സാറാ പറഞ്ഞു? കണ്ടോ, റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. കണ്ടോ, തിയറി മുഴുവൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഗുണം വന്നു അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോംപ്ലക്സ് റിയാക്ഷൻ, മോർ ദാൻ 1 സ്റ്റെപ്പ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ സെവറൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വേർഡ് ഇതാണ്, സീക്വൻസ് ഓഫ് എലമെന്ററി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ടു ഫോം കോംപ്ലക്സ് റിയാക്ഷൻ. കണ്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് മോളിക്കുലാരിറ്റി ഡെഫിനിഷൻ. തുടക്കിട്ട് വരാം. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. വെരി ഗുഡ് അല്ലെ. ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ അല്ലെ. എന്ത് പറ്റി? സൈമൾട്ടേനിയസ്ലി കൊളൈഡ്. എന്ത് വേർഡ് ഉപയോഗിക്കണം? ആ വേർഡ് അണ്ടർലൈൻ ചെയ്യുക. എന്തായിരുന്നു? സൈമൾട്ടേനിയസ്ലി, എലമെന്ററി. ഈ 2 വേർഡ് ഉപയോഗിച്ചത് പറയാൻ പറ്റണം. അപ്പോ ഈ മോളിക്കുലാരിറ്റി ഇപ്പൊ എല്ലാവരോടും ചോദിക്കട്ടോ. മോളിക്കുലാരിറ്റി എന്തായിരുന്നു? നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ എന്തായിരുന്നു? സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ടു ഫോം എ പ്രൊഡക്റ്റ്. അപ്പൊ സൈമൾട്ടേനിയസ്ലി എന്നുള്ള വേർഡും എലമെന്ററി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക് ഉപയോഗിച്ചത് പറയാൻ പറ്റും കേട്ടോ, ഓർത്തോ. കൂട്ടി ഇടിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ചാപ്റ്ററിലെ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു പോയിന്റ് പറഞ്ഞു ഓർഡറിൽ. ഓർഡർ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോ മോളിക്കുലാരിറ്റി എന്താ? തിയറട്ടിക്കൽ ക്വാണ്ടിറ്റി. ഒരു പോയിന്റ് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് പറ. ഓർഡർ അല്ലെ. എന്തായിരുന്നു? നെഗറ്റീവ്, സീറോ, ഫ്രാക്ഷൻ ഒക്കെ വരും. ദെൻ മോളിക്കുലാരിറ്റി എന്തായിരിക്കും? വോൾ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. 1 2 3 ആണ് ആക്ച്വലി വരിക. 2 പോയിന്റ് കഴിഞ്ഞു. തേർഡ് പോയിന്റ് പറഞ്ഞു. ഡെഫിനിഷൻ എഴുതാം അല്ലെ. രണ്ടിന്റെയും ഡെഫിനിഷൻസ് ആയിട്ട് ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ, വേറൊരു പോയിന്റ് കൂടി പറഞ്ഞു, ഇവിടെ ചോദിച്ചാണ്. അത് തന്നെ, ഒരു പോയിന്റ് കൂടി ഉള്ളൂ. ഇറ്റ് ക്യാൻ എ എലമെന്ററി ആസ് വെൽ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ ഓർഡറിൽ അല്ലെ. ഇറ്റ് ക്യാൻ
മറ്റേതിലാണെങ്കിൽ എന്തായിരുന്നു ഓൺലി എലമെന്ററി അല്ലെ. ഓർത്ത് നോക്കുക, മോളിക്കുലാരിറ്റിയിൽ ഓൺലി ടേക്ക് പ്ലേസ് ഇൻ എലമെന്ററി. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു പോയിന്റ് കൂടി ഉണ്ട്, ആരെങ്കിലും പറഞ്ഞാൽ മതി. സ്പീഡുമായിട്ട് റിലേറ്റഡ് ആണ്. സ്പീഡായിട്ട് റിലേറ്റഡ് ആണ്. അല്ലെ. അപ്പോ എന്താണ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. എവിടെയാണ് എഴുതേണ്ടത്? ഓർഡറിന്റെ അവിടെ എഴുതണം. ഓർഡറിൽ പല റിയാക്ഷൻ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. മോളിക്കുലാരിറ്റി എന്തായി? ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. അത് ഒരു സ്റ്റെപ്പിലേ നടക്കുകയുള്ളൂ. അപ്പൊ ആ വേർഡ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ഏരിയ തീരും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് ഒരു യൂണിറ്റ് പഠിക്കാനാണ് അല്ലെ. എന്തായിരുന്നു? യൂണിറ്റ് ഓഫ് കെ. ഒരു പടമൊക്കെ വരച്ചിട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? nth മോൾ എൽ എസ് ഒന്ന് പറഞ്ഞേ. 1 - n അല്ലെ, n - 1 s⁻⁻1. ഇത് ഫിക്സ്ഡ് ആയിരിക്കും ഇവിടെ മാത്രം അല്ലെ. ഓർത്തു വെക്കാം, അന്ന് ഓർത്തിരിക്കാനായിട്ട് നോട്ട്സ് പോലെ ഇങ്ങനെയൊക്കെ ഓർത്തു വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ മറക്കരുത്. കാരണം ഇത് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. 1 - n എന്ന് വരില്ല, നേരെ അങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയെങ്കിലും ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഫിഗർ ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നിൽക്കും. അപ്പോ ഇതിൽ ഹാഫ് ഓർഡർ ആണ് എങ്കിൽ എന്തായിരിക്കും യൂണിറ്റ്? ഹാഫ് ഓർഡർ അല്ലെ. ഇപ്പൊ nth ഓർഡറിന് പകരം ഹാഫ് ഓർഡർ ആണ് എങ്കിൽ കെയുടെ യൂണിറ്റ് എന്താണ് അല്ലെ? എന്തായിരിക്കും? മോൾ 1 - ഹാഫ് എന്തായിരിക്കും? അപ്പൊ മോൾ റേസ് ടു ഹാഫ്, എൽ റേസ് ടു മൈനസ് ഹാഫ് അല്ലെ, s⁻⁻1. അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ സീറോ ഓർഡർ k ഈക്വൽ ടു r0 - r ഡിവൈഡഡ് ബൈ t. then t half equal to r0 by 2k. then next അടുത്ത എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡർ k equal to 2.303 divided by t log r0 by r അല്ലേ. then ഫസ്റ്റ് ഓർഡറിൽ t half equal to 0.693 divided by k. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കൊച്ചു ടോപ്പിക് ഉണ്ട്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലെ. റിയാക്ഷൻ ബിഹേവ് ലൈക്ക് ആൻ എ ഹയർ ഓർഡർ ബട്ട് ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് ഓർഡർ അല്ലെ. അങ്ങനെ വരുന്ന സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എക്സാമ്പിൾ 2 ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ C12H22O11 പ്ലസ് H2O gives എന്ത് കിട്ടും? C6H12O6 പ്ലസ് അല്ലെ വരും. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്, പറഞ്ഞോ കേട്ടോ. ഓർത്തോക, നിങ്ങൾ പറയുന്ന സമയത്ത് കത്തി തുടങ്ങും കേട്ടോ. ഓർത്തോക, നിങ്ങൾ അങ്ങാടും ഗിവൺ ആൻഡ് ടേക്ക് ഇത് കൊടുത്ത് പഠിക്കണം കേട്ടോ. ഓർത്തോക. അപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ അപ്പൊ വേറൊരു കിട്ടുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും അങ്ങാടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റേഡിയോ പോലെ അയാൾ കുഴപ്പമില്ല പറയുന്നുണ്ട് എന്നുള്ള രീതിയിലായിട്ട് കാര്യമില്ലല്ലോ കേട്ടോ. ഓക്കെ, എന്തായിരുന്നു സെക്കൻഡ്? എന്തായിരുന്നു? ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ കേട്ടോ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ അല്ലെ. CH3COO C2H5 plus H2O gives എന്താ കിട്ടും? CH3COH plus C2H5OH അല്ലെ. എസ്റ്റർ ഹൈഡ്രോളിസിസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് അരീനസ് ഇക്വേഷൻ K equal to AE raised to minus EA by RT. then next അടുത്ത എന്തായിരുന്നു? log K2 by K1 equal to EA divided by 2.303 R T2 minus T1 divided by T1 into T2. T2 minus T1 divided by T1 into T2. ഓക്കെ, അത്രയാണ്. ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. എന്തായിരുന്നു ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്? കൊളൂഷൻ തിയറി. കൊളൂഷൻ തിയറിയിൽ എന്താ പറയുന്നേ? 2 വേർഡ് ഉണ്ട്. ആ വേർഡ് പറഞ്ഞു. ത്രെഷോൾഡ്, എഫക്റ്റീവ് കൊളൂഷന് 2 കാര്യങ്ങൾ വേണം. എന്തായിരുന്നു? പ്രോപ്പർ ഓറിയന്റേഷൻ ആൻഡ് എന്തായിരുന്നു? മിനിമം എനർജി, മിനിമം കൈനറ്റിക് എനർജി. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ത്രെഷോൾഡ് എനർജി. അപ്പോ എന്തായിരുന്നു അല്ലെ? കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ കണ്ടോ, ഇങ്ങനെ ഇടിച്ചിട്ട് കാര്യമില്ല അല്ലെ. അത് നേരിടിക്കണം, കറക്റ്റ് ആയിട്ട് ഇടിക്കണം. പ്രോപ്പർ ഓറിയന്റേഷൻ ആൻഡ് എന്താണ്? നന്നായിട്ട് എനർജി വേണം അല്ലെ. ഓക്കെ, മിനിമം എനർജി വേണം. ഈ 2 പോയിന്റ് ആണ്. അതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. തേർഡ് കഴിഞ്ഞു. ഫോർത്ത് ചാപ്റ്റർ എന്തായിരുന്നു? പേര് പറ. ഡി ആൻഡ് എഫ് പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ടോപ്പിക്കില് ഫസ്റ്റ് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം കേട്ടോ. ആ ബാക്കിൽ നിന്ന് തുടങ്ങാം. ബിലാലെ മോനെ ഒന്ന് പറഞ്ഞു നോക്കിയോ? സ്കാൻഡിയം,
ടൈറ്റാനിയം, സിങ്ക് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ആ ഫാമിലിയും കൂടി ഓർത്തു വെക്കണം. ചിലത് എന്തായിരുന്നു? ക്രോമിയം ഫാമിലിയിലാണ്. ക്രോമിയത്തിന്റെ തൊട്ട് താഴെ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ടെക്സ്റ്റ് സ്കൂളിൽ എല്ലാവരും പറയുന്നത് എല്ലാം പഠിച്ചു നോക്കാനാണ്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് വരുന്ന വെച്ചിട്ടാണ്. ക്രോമിയത്തിന്റെ തൊട്ട് താഴെ മോളിബ്ഡിനം, അത് കഴിഞ്ഞാൽ ടങ്സ്റ്റൺ. ദെൻ നെക്സ്റ്റ് കോപ്പറിന്റെ ഫാമിലി, തൊട്ട് താഴെ ആരുണ്ട്? സിൽവർ, അത് കഴിഞ്ഞാൽ ഗോൾഡ്. സിൽവർ, ഗോൾഡ് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിങ്കിന്റെ തൊട്ട് താഴെ കാഡ്മിയം ആൻഡ് മെർക്കുറി. കാഡ്മിയം ആൻഡ് മെർക്കുറി. അപ്പൊ സിങ്കിന്റെ താഴെ എന്തായിരുന്നു? മെർക്കുറി. സിങ്കിന്റെ താഴെ കാഡ്മിയം, മെർക്കുറി. കോപ്പറിന്റെ താഴെ സിൽവർ, ഗോൾഡ്. കോപ്പറിന്റെ താഴെ സിൽവർ, ഗോൾഡ് അല്ലെ. അപ്പൊ ആ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് അറിയണം. ഇനി എന്തിനു പഠിച്ചു പീരിയോഡിക് ടേബിൾ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അൾട്രാ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഒരു വേർഡിന് വേണ്ടിയിട്ടാണ് അൺപെയർഡ് ഇലക്ട്രോൺ. എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺ? മിഡിൽ ഏരിയയിലേക്ക് വരുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ കൂടും. മാഗ്നീസിൽ 5 ആണ്, അത് കഴിഞ്ഞാൽ അയണത്തും എത്രയാവും? 4. പിന്നെന്താവും? 3. ഇങ്ങനെ കുറയും. അൺപെയർഡ് ഇലക്ട്രോൺ കുറെ ക്വസ്റ്റ്യനുകളുടെ ആൻസറുകളിലേക്ക് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ വരുന്ന ആൻസേഴ്സിൽ ഇതിൽ എത്ര ടോപ്പിക് ഉണ്ട്? ഇനി ഒരു 11 ടോപ്പിക് ഉണ്ട് അല്ലെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ 11 ടോപ്പിക് ഓർഡറിലാണ് പഠിപ്പിച്ചത്. ഓർമ്മയുണ്ടല്ലോ? ഫസ്റ്റ് ടോപ്പിക് ട്രാൻസിഷൻ എലമെന്റ്. ഡെഫിനിഷൻ എന്താണ്? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓറാണ് കേട്ടോ, ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്നല്ലെങ്കിൽ ജനറൽ ആവാം, അല്ലെങ്കിൽ കോമൺ, ഏതിലെങ്കിലും ആയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് ഡെഫിനിഷൻ. ദെൻ ഒരു ഫാമിലി ഒഴിച്ച് ബാക്കിയെല്ലാം ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഏത് ഫാമിലിയാണത്? സിങ്ക് ഫാമിലി. സിങ്ക് ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? കാഡ്മിയം, മെർക്കുറി അല്ലെ. അപ്പോ മെർക്കുറി തന്നിട്ട് ഇസ് എ ട്രാൻസിഷൻ എലമെന്റ് ഓർ എക്സ്പ്ലെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം. ദെൻ അത് സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അല്ലാതെ ഏതൊക്കെ വരുന്നുണ്ട്? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഒരു വേർഡും കൂടിയുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വേർഡും കൂടിയുണ്ട്. ആറ്റമൈസേഷൻ, എൻതാൽപ്പി. ആറ്റമൈസേഷൻ, എൻതാൽപ്പി അല്ലെ. ഓർത്ത് നോക്കുക. അപ്പൊ ആ വേർഡും കൂടി ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഓർത്തു. അയൺ ഓർ നിക്കൽ വിച്ച് ഈസ് ഹയർ ആറ്റമൈസേഷൻ, എൻതാൽപ്പി ആൻഡ് എക്സ്പ്ലെയിൻ. അയൺ ഓർ നിക്കൽ. അയൺ, വെരി ഗുഡ്. കണ്ടോ? എന്തുകൊണ്ടാ? അയണിന് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? 4. കണ്ടോ? നിക്കലിന് എന്തുണ്ട്? നിക്കലിന് 3 അല്ലെ. 3 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 11 ടോപ്പിക്കിൽ എന്ത് ചോദ്യം ആയിക്കോട്ടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെ വന്നാലും അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഈ 11 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തിട്ടാണോ അവന്മാർ ചോദിക്കണമെങ്കിൽ അപ്പൊ തന്നെ ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവും. എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? 4s2 3d6 ബ്രാക്കറ്റിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ. ദെൻ നിക്കൽ എന്തായിരുന്നു? നിക്കൽ എന്ന് പറയുമ്പോൾ 28 അല്ലെ. കൊബാൾട്ട് കഴിഞ്ഞിട്ടാണ് നിക്കൽ വരുന്നത്. അപ്പൊ 28 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4s2 3d8. അപ്പൊ എത്രയാണ്? 2 അൺപെയർഡ് ഉള്ളൂ അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ 2 അൺപെയർഡ് ഉള്ളൂ. അയൺ ആണെങ്കിൽ എത്ര അൺപെയർഡ് ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ, നീ ആണ് ആ വേർഡ് എഴുതാൻ പോകുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. ആ വേർഡ് എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെറ്റാലിക് ബോണ്ട് ബിക്കം സ്ട്രോങ്. ദിസ് ഇസ് ഡ്യൂ ടു ആറ്റമൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. അങ്ങനെ പറഞ്ഞു എഴുതണം കേട്ടോ. ക്ലിയർ ആണോ? അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്ത എന്തൊക്കെ കൂടും? മെറ്റാലിക് ബോണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഓക്കെ, 2 ടോപ്പിക് കഴിഞ്ഞു. ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ. ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ അന്ന് പറയണത് ഈ ആഴ്ചയിലല്ലോ, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ഹെഡിങ് പറഞ്ഞാൽ മതി. ഇത്ര എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പറയണതല്ല. എനിക്ക് എല്ലാ ചാപ്റ്ററിന്റെയും മെയിൻ സ്ട്രക്ചർ കിട്ടണം, ആ ഹെഡിങ്സ്. പക്ഷെ ഇപ്പോ ഒരു എക്സാമ്പിൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു, ആ മോളിക്കുലാരിറ്റി ഡെഫിനേഷൻ കിട്ടണം. അത് ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ആൻസറും ഇതൊക്കെ പറയുമ്പോൾ കുറെ സമയം എടുക്കും എല്ലാവരും. അതൊന്നും വേണ്ട. ഇതിലൊക്കെ ആ ടോപ്പിക് പറയണം, ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ വേർഡ് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കുക. ആദ്യത്തെ എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. തേർഡ് എന്തായിരുന്നു? വെരി ഗുഡ്, അയണൈസേഷൻ എൻതാൽപ്പി. ഫോർത്ത് ടോപ്പിക് ശരിയാ? അല്ല, ഓട്ടോമൈസേഷൻ പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മിഡിലേക്ക് വരുമ്പോൾ കൂടുന്നു. ഏറ്റവും ഹൈയസ്റ്റ് ആർക്കാ? മാംഗനീസിന്. അത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ടോപ്പിക് ശരിയാ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഗുഡ്. ദ നെക്സ്റ്റ് സിക്സ്ത് ടോപ്പിക്. അത് ഒരുമിച്ചാണ് ഇട്ടേക്കണം ഞാൻ. അതിൽ ടോപ്പിക് ആക്കിയില്ല. ആ രണ്ടെണ്ണം, റിയാക്ടിവിറ്റി ആൻഡ് ദ ടോപ്പിക്, ആ രണ്ടും ഒരുമിച്ചാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ രണ്ട് ടോപ്പിക്കും ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല.
ഒരു മിനിറ്റ് എഴുതാം. തേർഡ് എന്തായിരുന്നു? 5 വരെ പറഞ്ഞില്ലേ, നമ്മള് 6 ആയി അല്ലേ? ഓക്കെ, 6 വരുന്ന സമയത്ത് എന്തായിരിക്കും? അവിടെ തൊട്ടൊരു ഒരു ഓർഡർ ഉണ്ട്. കളർ പിന്നെന്തായിരുന്നു? വേണേ പറഞ്ഞു ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ഇനി മിക്സ് ചെയ്ത് പറഞ്ഞു, കുഴപ്പമില്ല. അതിന്റെ ഇടയിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെ? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു? ന്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n+2 അല്ലെ? പിന്നെന്തായിരുന്നു? അലോയ് ഫോർമേഷൻ. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് ആണ്. അതിന് മുമ്പ് ഇപ്പൊ പറയാത്ത ഒരെണ്ണമുണ്ട്. ആറ്റമിക് റേഡിയേ ആദ്യത്തെ ടോപ്പിക് കാറ്റലിസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. കാറ്റലിസ്റ്റ് ആണ് പറയാൻ ഞാൻ കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കുക, ഇത്രയാണ് മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ടോപ്പിക്സ് ഏകദേശം 11 ടോപ്പിക്സ് ആണ്. ആ 11 ടോപ്പിക്സ് കറക്റ്റ് ഓർഡറിൽ ക്ലിയർ ചെയ്ത് കിട്ടണം. അതില് ഏറ്റവും കൂടുതൽ ഞാനൊന്ന് പറഞ്ഞാണ് എല്ലാ പേപ്പറിലും 15 ഇയേഴ്സ് ആയിട്ട് നമ്മൾ വന്നേക്കുന്നതിൽ 2 വർഷം മാത്രമേ ചോദിക്കാത്തുള്ളൂ. ഈ 4 ടോപ്പിക്ക് ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് മിഡിൽ ടോപ്പിക്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കളർ, ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റലിസ്റ്റ്. ഈ 4 ടോപ്പിക്കിന് ഏതെങ്കിലും അധികം മാർക്കൊന്നുമില്ല, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് എന്തായാലും ഒരു ക്വസ്റ്റൻ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ട്. അതിനിടയിൽ കോംപ്ലക്സ് 5 കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും ട്രാൻസിഷൻ. വാട്ട് ഇസ് റീസൺ? 2 വേർഡാണ് ആൻസർ. 2 വേർഡാണ്. ഡി ബ്ലോക്ക് എലമെന്റ് generally exhibit coordination compound അല്ലെങ്കിൽ complexes. Why? What is the reason? Why? ആ ടോപ്പ് ഹെഡിങ്ങിൽ അല്ല. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് കാറ്റലിസ്റ്റിനാണ്. അല്ല അല്ല 2 വേർഡാണ്. ഒന്നുകൂടി പറയാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് കോംപ്ലക്സസ്. സോറി, ഡി ബ്ലോക്ക് എലമെന്റ് exhibit complexes. What is the reason for that thing? Availability of vacant d orbital. ഒരു വേർഡും കൂടി ഉണ്ട്. അല്ല, ഒരു കുഞ്ഞു വേർഡാണ്. അതാണ് ആ വേർഡ് ശ്രദ്ധിക്കില്ല. കുഞ്ഞി സ്മോൾ എന്ന് പറയുമ്പോൾ എന്താ? സ്മോൾ സൈസ് കേട്ടോ, ഓർത്ത് നോക്കുക. സ്മോൾ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കാതെ ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് കേട്ടോ. സ്മോൾ സൈസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ആ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഭയങ്കര ചെറുതായിട്ടാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് തന്നെ ഞാനൊന്ന് വായിക്കാം. ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ ടെക്സ്റ്റ് ബുക്ക്. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി. അതില് ശ്രീധർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തൊട്ട് താഴെയുള്ള ടോപ്പിക്കിന്റെ ഇത് മിക്സ് ചെയ്തു കണ്ടോ. എന്താ പറഞ്ഞേ? ഹൈ അല്ലെങ്കിൽ എന്താണ്? അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആ വേർഡിനെ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കണ്ടോ. ഈ ടോപ്പിക് കണ്ടോ, കുഞ്ഞു ടോപ്പിക്കാ. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്. ഇതിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. കോംപ്ലക്സസ് എഴുതാം. ഇവിടെ നോക്കിയേ, എന്താ എഴുതി വെക്കുന്നത്? ദ ട്രാൻസിഷൻ മെറ്റൽ ഫോം ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്. ദിസ് ഇസ് ഡ്യൂ ടു ദ കമ്പാരിറ്റീവ്ലി സ്മോളർ സൈസ് ഓഫ് മെറ്റൽ അയോൺ ദെൻ ദെയർ ഹൈ അയണിക് ചാർജ്. അതിവിടെ പറഞ്ഞു. ഓക്കെ, ആൻഡ് എന്തായിരുന്നു? അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഈ സ്മോളർ സൈസും ആണ്, അതുപോലെ ഹൈ അയണിക് ചാർജ് ആണ്, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് വേർഡ് വെച്ചാൽ അവന്മാർ മാർക്ക് തരൂല. ഡിയിലെ പ്രശ്നം അതാണ് ആക്ച്വലി. എന്നാൽ ആക്യുറേറ്റ് ആൻസർ. ഡിയിലെ മെയിൻ പ്രശ്നം അതാണ്. ആക്യുറേറ്റ് വേർഡ്. അതിന് പകരം നമ്മൾ കുറെ കഥയൊക്കെ എഴുതിയിട്ടൊന്നും കിട്ടില്ല. ആക്യുറേറ്റ് വേർഡ് അത് നിങ്ങൾ ലോക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഡിയില് പറഞ്ഞു കൊടുക്കുമ്പോൾ 11 ടോപ്പിക്ക് നിങ്ങൾക്ക് ഓർഡറിൽ കിട്ടണം. ആ ടോപ്പിക്കിൽ എന്താണ് റീസൺ ഫോർ കളർ? എന്തായിരുന്നു? ഒറ്റ വേർഡാണ്. ഒറ്റ വേർഡിൽ പറഞ്ഞ ഡി ട്രാൻസിഷൻ. അത് എന്തായാലും എഴുതണം. ഡി ട്രാൻസിഷൻ. പിന്നെയാണ് ഡെഫിനിഷൻ. എന്താണ്? ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഇൻ ടു ദ വിസിബിൾ റീജിയൻ ടു എക്സൈറ്റഡ് ഇൻ ടു പറയ് ലോവർ എനർജി ഡി ഓർബിറ്റൽ ടു ഹയർ ഡി ഓർബിറ്റൽ. ബ്രാക്കറ്റില് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇടുന്ന ആൾക്കാർ എന്തെഴുതും? T2G to EG ഓർ വൈസ് വേഴ്സ. കാരണം എന്താ? T2G to EG എന്ന് പറയുന്നത് ഏതിലാ? ഒക്ടാഹെഡ്രലാണ്. ടെട്രാഹെഡ്രലാണെങ്കിൽ എന്താ? ഓപ്പോസിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. അത്രേ ഉള്ളൂ. അപ്പൊ ആ ടോപ്പിക്കുകളുടെ എല്ലാത്തിന്റെയും ഓരോ പോയിന്റ് കിട്ടണം. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാ ടോപ്പിക് ഉള്ളത്? പ്രിപ്പറേഷൻ ഓഫ് പറയേ K2 CR2 O7. അതിനുണ്ടല്ലോ കുറെ ഉണ്ട്. പ്രിപ്പറേഷൻ മാത്രമല്ലല്ലോ, ഓക്സിഡൈസിങ് ആക്ഷൻ,
സ്ട്രക്ചർ. ഇത്രയും കറക്റ്റ് ആയിട്ട് അറിയണം. പിന്നെന്താ പ്രിപ്പറേഷൻ ഓഫ് കേബിൾ ഓഫ് ഹെഡിങ്സ് അല്ലെങ്കിൽ ആ ടോപ്പിക് എന്താന്ന് കിട്ടണം. അത് കഴിഞ്ഞാൽ എന്താണ് ഈ ചാപ്റ്ററിൽ എഫ് ബ്ലോക്കിൽ എന്തൊക്കെ വരും? ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലെ. ലാന്തനോയിഡിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആരാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? +4 ഒരാളാണ്, ഒറ്റ എലമെന്റാ. കിട്ടി, പറഞ്ഞോ. ലാന്തനോയിഡ്സിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നു. കണ്ട പ്രഭുവിന് കിട്ടി തുടങ്ങി അല്ലെ. പ്രഭു ഇവിടെ നിന്നൊക്കെ അങ്ങനെ ബ്രെയിനിൽ നിന്നൊക്കെ എടുക്കാൻ നോക്കാണ്. പറഞ്ഞോ സിറിയം. കണ്ടോ? പറഞ്ഞോ സിറിയം. CE എന്തായിരുന്നു? സിറിയം. ദെൻ +2 സാധാരണ ഇവർക്ക് എല്ലാവർക്കും എത്രയാ വരാറ്? ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാന്തനോയിഡ്സ് 3 +3 ആണ് അല്ലെ. +2 എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ഒരു വെൽ നോൺ എലമെന്റ് എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ലാന്തനോയിഡ്സ്. ഒരു കൺട്രിയുടെ പേരുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി പറയാം. പുറത്തായി എന്നിട്ടും കിട്ടണല്ലേ. ഒരു കോണ്ടിനെന്റൽ പോലെ വേണമെങ്കിൽ പറയാവുന്ന ഒരു യൂറോപ്പിയം EU എന്നിട്ട് ഓർമ്മയില്ലേ? യൂറോപ്പിയം എന്തായിരുന്നു? +2. എന്തെങ്കിലുമൊക്കെ വെച്ച് ഓർത്ത് നോക്കുക. പിന്നെ ഒരു വേറെ ആളും കൂടി +2 കാണിക്കും. അത്രയ്ക്ക് അല്ലാത്ത ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാളാരാ കേട്ടോ. ഓർത്ത് നോക്കാം. പേരൊക്കെ ശരിയാ. വൈ വെച്ച് തുടങ്ങുന്നത്. നിന്റെ പേരെന്താ? ഇട്രിബിയം അല്ലെ. ഓർത്ത് നോക്കുക. ഇട്രിബിയം കേട്ടോ. ഓർത്ത് നോക്കുക. ഇഷ്ടമല്ലാത്ത കൂട്ടുകാരന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇട്രിബിയം എന്നൊക്കെ വിളിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മറക്കൂല കേട്ടോ. ഓർത്ത് നോക്കുക. നിന്നെ കണ്ടിട്ട് ഒരു ഇട്രിബിയം ലുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കോളും കേട്ടോ. ഓർത്ത് നോക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തെന്താ ഈ ചാപ്റ്ററിൽ? ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സ് കഴിഞ്ഞാൽ ആക്ടിനോയിഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് മിഷ്മെറ്റൽ ഉണ്ട്. മിഷ്മെറ്റൽ എന്തായിരുന്നു? എ വെൽ നോൺ എലമെന്റ്. approximately 95% ലാന്തനോയിഡ്സ് ആൻഡ് 5% എന്ത് വരും? അയോൺ കേട്ടോ. ഓർത്ത് നോക്കുക. ദെൻ ആ ഏരിയ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക് ആക്ടിനോയിഡ്സ്. അപ്പൊ ഇത്ര എത്തുമ്പോ D and F കഴിഞ്ഞു. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്തായിരുന്നു? ഫസ്റ്റ് എന്തായിരുന്നു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ? വെർണസ് തിയറി അല്ലെ. വെർണസ് തിയറിയിൽ എന്തൊക്കെയായിരുന്നു? അല്ലെ, 4 ഉണ്ട്. ഇനി അതിലേക്ക് പോകുന്നില്ല. വെർണസ് തിയറി കഴിഞ്ഞ് സെക്കൻഡ് ടോപ്പിക് എന്താ പറഞ്ഞു? ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. തേർഡ് ടോപ്പിക് എന്താണ്? ചാപ്റ്റർ ഓർഡറിൽ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. തേർഡ് ടോപ്പിക് എന്താ? ഇമ്പോർട്ടന്റ് ടേംസ് ഏതൊക്കെയാ? ലിഗൻസ്. പിന്നെന്തായിരുന്നു? ലിഗൻസ് തന്നെ ഏതൊക്കെ ടൈപ്പ് ലിഗൻസ് ഉണ്ട്? ശ്രീധര ഏതൊക്കെ ടൈപ്പ് ലിഗൻസ് ഉണ്ട്? അംബിഡിൻഡേറ്റ്, ഡൈഡിൻഡേറ്റ്, പോളിഡിൻഡേറ്റ്. എക്സാമ്പിൾ EDTA. ഫുൾ ഫോം എന്താണ്? എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് അല്ലെ. ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്ത് വെക്കണം. ദെൻ തേർഡ് ടോപ്പിക് ഇമ്പോർട്ടന്റ് ടേംസ്. ഫോർത്ത് എന്താണ് ആ ചാപ്റ്ററിൽ? നോമൻക്ലേച്ചർ. ഫോർത്ത് എന്തായിരുന്നു? നോമൻക്ലേച്ചർ. ഫിഫ്ത്ത് ടോപ്പിക് എന്താണ്? ഐസോമറിസം. ഓർഡർ ആയിരിക്കണം. ഐസോമറിസം കഴിഞ്ഞാൽ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് 3 ടോപ്പിക് കൂടി ഉള്ളൂ. VBT, വാലൻസ് ബോണ്ട് തിയറി. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ തന്നെ ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ CFT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. CFT. ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ഏറ്റവും ലാസ്റ്റ് മെയിൻ ടോപ്പിക്. ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പറയാറില്ല. മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് കേട്ടോ. ഓർത്തത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഈ ടോപ്പിക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അതെനിക്ക് കിട്ടുന്നുണ്ടോ, അതുമായിട്ട് റിലേറ്റ്. ഇപ്പൊ മെറ്റൽ കാർബോണിയൽ പറയുന്നതിന്റെ ഡെഫിനിഷൻ എനിക്ക് കിട്ടും. ഇങ്ങനെയാ പിന്നീട് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് ആ ടോപ്പിക് ഓർമ്മ വന്നാലല്ലേ ഉള്ളൂ അല്ലെ. മെറ്റൽ കാർബോണിയൽ ഡെഫിനിഷൻ എന്തായിരുന്നു? പറഞ്ഞോ. ശരിയാ. സിനർജിക് ബോണ്ടിങ് പറയാണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അല്ലെ ഞാൻ ചോദിക്കുന്നത് കാർബോണിയൽ കോമ്പൗണ്ട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പൊ സിനർജിക് ബോണ്ടിങ് ആണ് അയാൾ പറയുന്നത്. എന്താണ് ആക്ച്വലി? MC സിഗ്മ ബോണ്ട് ആൻഡ് MC പൈ ബോണ്ട് അല്ലെ. അതുമായിട്ട് റിലേറ്റ് ചെയ്യാണ്. അല്ലാതെ കാർബോണിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോമോലിറ്റിക് CO ബോണ്ട് ഓൺലി. അത്രേ ഉള്ളൂ. വാട്ട് യു മീൻ കാർബോണിയൽ കോമ്പൗണ്ട്? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയണം? ഹോമോലിപ്റ്റിക് കാർബോണിയൽ
അല്ലെ? കാർബോണിൽ എന്ന് പറഞ്ഞാൽ എന്താ? CO ബോണ്ട് മാത്രം വന്നാൽ കേട്ടോ ഓർത്തോ, അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റൽ കാർബോണിയൽ. അതിൽ രണ്ടാമത്തെ ടോപ്പിക് ആണ് സിനർജിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. MC സിഗ്മ ബോണ്ട് ആൻഡ് MC പൈ ബോണ്ട് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ ഇത്രയും പറയും ഫസ്റ്റ് അല്ലെ 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. 6 ചാപ്റ്ററിന്റെ പേരെന്താ? ഇനി ഇത്തിരി ഫാസ്റ്റ് ആക്കാം അല്ലെ? ഓർത്ത് നോക്കുക എന്തായിരുന്നു? ഓക്കെ, ഓർഗാനിക് ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. എങ്ങനെയായിരുന്നു? നെയിമിങ് അല്ലെ? അതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കും. പിന്നെന്തൊക്കെയായിരുന്നു? മെക്കാനിസം കേട്ടോ. എത്ര മെക്കാനിസം ഉണ്ടെന്നെങ്കിലും കിട്ടണം കറക്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഗീവ് റീസൺ കഴിഞ്ഞാൽ ചാർട്ട്. എന്തിനു വേണ്ടിയിട്ടാ ചാർട്ട് തുടങ്ങുന്നത്? കൺവേർഷൻ. അത് കഴിഞ്ഞാൽ ABCD. ഈ 6 ടൈപ്പ് ABCD ക്വസ്റ്റ്യൻ, ഈ 6 ടൈപ്പിൽ നിങ്ങൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ഈ ഓർഗാനിക്കിൽ ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂളില് 5 ബയോമോളിക്യൂൾസുകളാണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ് ഓർഡറിൽ പറ. പ്രോട്ടീനിൽ അമിനോ ആസിഡ് ഉണ്ട്, പ്രോട്ടീനിലാണ് അമിനോ ആസിഡ്. അത് കഴിഞ്ഞാൽ അടുത്ത മെയിൻ ടോപ്പിക് എൻസൈം, വിറ്റമിൻസ്, ലാസ്റ്റത്തെ ന്യൂക്ലിക് ആസിഡ് ആണ് എന്താ? DNA and RNA. ടെക്സ്റ്റ് ബുക്കിൽ 25 ക്വസ്റ്റൻ ഉണ്ട്. ആ ചാപ്റ്ററിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ബുക്ക്ലെറ്റിൽ ആ ചാപ്റ്റർ ഇല്ല നിങ്ങൾക്ക് തന്നേക്കുന്ന ഇതില്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ പോർഷൻസ് പഴയതില് കൂടുതൽ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് വന്നു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെയാണ് മാത്സിൽ നമ്മൾ ആ ഇത് ചെയ്യാത്തത്. അപ്പൊ അത് ആ ചാപ്റ്ററിന്റെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കയറി വരുന്നു. പണ്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു. essay പോലെയൊക്കെയുള്ള ക്വസ്റ്റൻ അധികം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെ മാറ്റിയിട്ടേക്കാണ്. കാരണം അതിൽ ആകെ 25 ക്വസ്റ്റൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഫാസ്റ്റ് ട്രാക്കിൽ എക്സ്ട്രാ ക്വസ്റ്റൻസും ഉണ്ട് നന്നായിട്ട്. അത് മോർ ആൻഡ് എനഫ് ആണ് ആക്ച്വലി. കാരണം ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് അനുസരിച്ച് അതിൽ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കുക, ആ രീതിയിലാണ് അതിന്റെ ആ ചാപ്റ്റർ ഫ്രൈ. അപ്പൊ അതർ ദാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ വേണമെങ്കിൽ കേട്ടാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ ചാപ്റ്റർ ഏതായിരുന്നു? കെമിക്കൽ കൈനറ്റിക്സ് അല്ലെ? കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം കിട്ടണം കേട്ടോ. ഓക്കെ, കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ഈ ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക്. കിട്ടിയാ? എന്നിട്ട് ബാഗിൽ വെച്ചിട്ടില്ലേ? എന്ത് പറ്റി? ആണോ? ഓക്കെ, തരാം കേട്ടോ. ഓക്കെ, ഈ ബുക്ക് കൊണ്ടുവന്നല്ലോ എല്ലാവരും. തൽക്കാലത്തേക്ക് ഇത് പിടിച്ചോ കേട്ടോ. ഓക്കെ, വേറെ കെമിക്കൽ കൈനറ്റിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പോണേ. വേഗം എടുത്തു കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, ബുക്കുള്ള ആൾക്കാർ എല്ലാവരും തന്നെ എടുക്കുക. ഈ ബുക്ക് കളക്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രീധർ കളക്ട് ചെയ്തില്ല, പാരന്റ് ആയിട്ട് തന്നെ. ബാക്കി എല്ലാവരും ചെയ്തു കേട്ടോ. വന്നു എന്നാലേ വിളിച്ചപ്പോ എനിക്ക് സംസാരിക്കാനാ കേട്ടോ. ഓക്കെ, ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാലും മതി കേട്ടോ. അപ്പൊ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ചോദിച്ചു മോനെ ഏതാ? അത് കുഴപ്പമില്ല, ഇപ്പൊ ചെയ്തു കേട്ടോ. അത് കുഴപ്പമില്ല, എവിടെയെങ്കിലും എടുത്തെഴുതുക കേട്ടോ. പേജില്ല. ഓക്കെ, ഉണ്ടോ? പേപ്പർ ഉണ്ടോ? മതി എഴുതി. അത് ഏത് ചാപ്റ്റർ നോക്കി? ഇലക്ട്രോകെമിസ്ട്രിയിൽ എഴുതണ്ട, പിന്നെ അത് കൺഫ്യൂഷൻ ആവും. ഇതിലെഴുതി വെച്ചു. കിട്ടിയിട്ടില്ല? കിട്ടിയല്ലേ? അന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പം ഇതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പുറത്തോട്ടിരിക്കാൻ പറയാം. അവിടെ ഇരുന്നോ ബിലാലിന്റെ അടുത്തേക്ക് മോൻ പോയി ഇരിക്കും. കുഴപ്പമില്ല. Page number 50, 50. Page number 50, 50. 53 question. Question number 53. 53. Question number 53. 2015 ചോദിച്ച question ആണ്. The rate constant for a first order reaction is 60 seconds. How much time will it take to reduce the initial concentration of the reactant to its 1/10th value?
കേട്ടോ. ഓക്കെ, ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ബുക്കുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ആ ക്വസ്റ്റ്യൻ നോക്കുക, അവിടെ ടിക്ക് ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിനു മുമ്പ് ടിക്ക് തരുന്നെങ്കിലും വീണ്ടും ടിക്ക് ചെയ്യണം. കാരണം നിങ്ങൾ രണ്ടാമത് ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ ബുക്കിൽ. കാരണം നിങ്ങൾ കോൺഫിഡൻസ് സെൽഫായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഒന്ന് ടിക്ക് ചെയ്യാം ബുക്കിൽ 1/10th വാല്യൂ. ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഏത് ഇക്വേഷൻ ആണ് ആദ്യം എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 50 53 50 ക്വസ്റ്റ്യൻ പേജ് 50 അതിലെ 53 കേട്ടോ. ഓർത്തോക്കെ, കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. The rate constant for the first order reaction is 60 seconds. How much time will it take to reduce the initial concentration of the reactant to its 1/10th value? ഇങ്ങനെ കണ്ട ആദ്യം എന്ത് ചെയ്യണം? അല്ലേ, ഗിവൺ എഴുതാം, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം. അതുമായിട്ട് വരുന്ന ഇക്വേഷൻ ഏതൊക്കെയാ? രണ്ട് ഇക്വേഷനുകളാണ്. ഏതാ? K equal to 2.303 by T log അല്ലെ R0 by R. ഇനി ശ്രദ്ധിക്കുക, ഇത് ഇതിന്റെ ഹാഫ് ലൈഫ്. ശ്രീധരെ ഇനി എന്തായിരുന്നു അവിടെ എഴുതേണ്ടത്? K തന്നിട്ടുണ്ട്. K60 അല്ലേ? ഓക്കെ, ഇതില് R0യും R ഏതാ കണ്ടെത്തണ്ടേ? T. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക, ഇതിൽ T ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഹൗ മച്ച് ടൈം? ദെൻ R0 എത്രയായിരിക്കും? R0 എത്രയാണ്? വേഗം പറ. R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര വരും? 1. R0 എത്രയാ? 1. R0 1. R എത്രയായിരിക്കും? 1/10 കേട്ടോ. R 1/10 അല്ലേ? ഓർത്ത് നോക്കാം. ഇനി ബാക്കിയുള്ള എല്ലാം ഉണ്ട്. K എത്രയാ? വരുന്നത് 60 അല്ലേ? K60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം കണ്ടെത്തിയേ. ഇൻഡിവിജ്വലി ചെയ്യണം കേട്ടോ. വേഗം ചെയ്യും. കിട്ടിയ ശ്രീധരമാനെ കിട്ടിയ ബാക്കിൽ ആൻസർ ആയിട്ട് കറക്റ്റ് ആണോ നോക്കി. കറക്റ്റ് ആണ്. ഓക്കെ, കിട്ടിയ മോനെ. ഞാൻ ചെയ്യും കേട്ടോ. ചെയ്ത് നോക്കണം കേട്ടോ. അന്വേഷിക്കാം. എന്തുകൊണ്ടെന്നൊക്കെ മനസ്സിലായി. R0 അപ്പൊ എന്ന് വെച്ചാൽ 1/10 കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 1/10 ആയി എന്നാണ്. അപ്പൊ ഇനീഷ്യലി 1 ആയി വരുന്നു കേട്ടോ. അങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഒരു മിഠായി 1 ആയിട്ട് എടുക്കുന്നു, അതിനെ 1/10 അയാൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം അല്ലെ? ഓർത്ത് നോക്കുക. ഒരു 10 പീസായിട്ട് അതിലൊരു പീസ് അയാൾ എടുത്തു, ബാക്കി അവിടെ ഉണ്ട്. ആ രീതിയിൽ എടുക്കണേ ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ അതാണ് ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ. കിട്ടിയ ആൻസർ? ശരി. ലോഗ് 10 എത്ര ആൻസർ? 1 കൊടുത്തല്ലോ. അപ്പൊ കിട്ടിയല്ലോ അല്ലെ? ഞാൻ ഡിവിഷൻ ചെയ്താൽ പോരാ. കിട്ടിയില്ലേ? ആന്റി ലോഗോ എന്തിനാത്? കിട്ടിയ മോനെ ആൻസർ? കിട്ടിയില്ലേ? ബാക്കിലത്തെ ആൻസർ ആയിട്ട് കറക്റ്റ് 0.038 ആണ് അല്ലെ? 038 അല്ലേ? ഒരു ഡിവിഷൻ അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ കീയിൽ കൊടുത്തേക്കുന്ന നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മിക്കവർക്കും കിട്ടി. ഓൺലൈനിൽ കേട്ടോ ഞങ്ങളൊരു ബുക്ക് ഉണ്ട്, പുറത്തു വെക്കുക. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോഗ് 10 ആ വരിക അല്ലെ? അപ്പൊ 60 ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ആയിരുന്നു R0 1 ആണ്. 1/10 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലോഗ് 10 ആവും. അപ്പൊ ടി ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 60 ലോഗ് 10. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ലോഗ് 10 1 എന്ന് പറയുമ്പോൾ 2.303 ഡിവൈഡ് ബൈ 60. ഇത് ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.038 കേട്ടോ. ഓക്കെ, അപ്പോ ആൻസർ അവിടെ ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. Question number 48. Question number 48. Question number 48.
Question number 48. A first order reaction takes 20 minutes for 25% decomposition. Calculate the time when 75% of the reaction will be completed. Given log 2. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വാല്യൂസ് വരിക കേട്ടോ. ഓക്കെ, ആ പേജില്, പേജ് നമ്പർ 50 തന്നെ 48 കേട്ടോ. A first order reaction takes 20 minutes for 25% decomposition. മിനിറ്റ് ആണ്, ഇല്ല വേണ്ട, മിനിറ്റ് ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ യൂണിറ്റ് വരുമ്പോൾ എന്താണ്? എസ് റൈസ് ടു പകരം മിനിറ്റ് റൈസ് ടു -1. ഇയർ ആണെങ്കിൽ ഇയർ റൈസ് ടു. എവിടെയാ സെക്കൻഡ് ആക്കണേ? ഏത് ചാപ്റ്ററിലെ സെക്കൻഡ് ആക്കണ്ടേ? മറക്കരുത്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അതിൽ സെക്കൻഡ് ആക്കിയിട്ട് ചെയ്യാവൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കണം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ എന്ത് തന്നാലും സെക്കൻഡിലാക്കണം. ഈ ചാപ്റ്ററിൽ ഏത് തന്നാലും അതെന്താ അല്ലെ, അതേ വാല്യൂ തന്നെ. മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് റൈസ് ടു -1. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് റൈസ് ടു എസ് റൈസ് ടു -1 ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുപോലെ ഇവിടെ ഈ ക്വസ്റ്റനിലെ മിനിറ്റ് ആണ്, മിനിറ്റ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെ അല്ലെ, അതിന്റെ ഫോർമാറ്റ് മാറ്റാണ്. ആദ്യത്തെ എന്തായിരുന്നു അല്ലെ, 20 മിനിറ്റ്സ് ഫോർ 25% ഡീകമ്പോസിഷൻ ഉണ്ടോ. ഇങ്ങനെയൊക്കെ എഴുതാം ഉണ്ടോ. ഇവിടെ 20 മിനിറ്റ്സ് ടി തന്നേക്കുന്നത് 20 മിനിറ്റ്സ്. R0 എത്രയാണ് പറ? R0 എത്ര വരും? R0 എത്ര വരും? പെർസെന്റേജ് തന്ന R0 ഓൾവേസ് 100 കേട്ടോ. പെർസെന്റേജ് തന്ന R0 ഓൾവേസ് 100 എടുക്കുക. Then R എത്ര പെർസെന്റേജ് ഡീകമ്പോസിഷൻ നടന്നു പറയുന്നേ? അവിടെ തന്നേക്കുന്ന ആയത്തിൽ 25% ഡീകമ്പോസിഷൻ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100 മൈനസ് 25. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 75. ഓക്കെ, അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ 75. ഇവിടെ K ഈക്വൽ ടു എന്തായിരുന്നു? 2.303 ഡിവൈഡഡ് ബൈ 20 ലോഗ് എത്ര വരും? 100 ബൈ 75. 100 ബൈ 75 എന്ന് പറഞ്ഞാൽ എന്താ? 4/3 കേട്ടോ. ഓക്കെ, 4/3. ഇത് യൂസ് ചെയ്തിട്ട് ആരെ കണ്ടെത്തണം? K കണ്ടെത്തണം. K കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? T ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ K കിട്ടും. അടുത്ത 75% ഡീകമ്പോസിഷൻ ആണ്. അപ്പോ ഇത് 25% ഡീകമ്പോസിഷന്റെ കേസാണ്, ഒരേ കോമ്പൗണ്ട് ആണ്. അടുത്തതില് നമ്മള് 75% ഡീകമ്പോസിഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. 75% ഡീകമ്പോസിഷൻ. സെയിം ഇക്വേഷൻ. ഇവിടെ ഓൾറെഡി K കിട്ടും. ഇനി ഇവിടത്തെ ക്വസ്റ്റ്യൻ T ആണ് കണ്ടോ. T ആണ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ. സെയിം ഇക്വേഷൻ തന്നെയാണ്. R0 എത്രയായിരിക്കും ഇതില്? R0 100. R എത്രയായിരിക്കും അല്ലെ? 100 മൈനസ് 75 25. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം K കണ്ടെത്തുക കേട്ടോ. ഓക്കെ, ഇന്റർവ്യൂല് കാണിച്ചു തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കണം, ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ. ആദ്യത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും അത് കണ്ടപ്പോ ഓർമ്മ വന്നോ? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ 60 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞത് 1/10 1/16 ഒക്കെ ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫോർമാറ്റിൽ, ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റിൽ അതേ ഫോർമാറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 53. ഇതൊന്നും മാറ്റി പിടിച്ച ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടി മനസ്സിലായി. ഇതിന്റെ അഡ്വാൻസ് ആണ് നമ്മൾ നോക്കണം അല്ലെ. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. ഏതാന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് കെമിക്കൽ കൈനറ്റിക്സിൽ? ചോദിച്ചു പറഞ്ഞോ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇല്ല. കെമിക്കൽ കൈനറ്റിക്സിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസില് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? നന്ദന കെമിക്കൽ കൈനറ്റിക്സിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 30 കണ്ടോ, കിട്ടി. 30 ഉണ്ട് അല്ലെ. ആ 30ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ക്വാഡ്രപ്പിൾസ്, ആ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഉപയോഗിക്കുന്നത്? ക്വാഡ്രപ്പിൾസ് റിയാക്ഷൻ. ആ പേജിൽ തന്നെ അതിന് മുകളിലായിട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ, അതാണ് ഏറ്റവും ടഫസ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ
മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ്. log 2ന്റെയും log 3യും log 4ഉം വാല്യൂ തന്നു. കിട്ടിക്കഴിഞ്ഞോ? തന്നിട്ടില്ല ഇവിടെ. നോക്ക് എന്താണിത്? തന്നിട്ടാണ്. log 3 തന്നിട്ടില്ല എന്ന്. log 3യും log 4ഉം log 2 ഒക്കെ തന്നിട്ടുണ്ട് അവര്. എങ്ങനെയായിരിക്കും എക്സാമിന് തരുന്നത് കേട്ടോ? നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്താ പണി കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? എങ്ങനെ എഴുതണം? log 4 മൈനസ് log 3 എന്നിട്ട് log 4ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. log 3യുടെ വാല്യൂ k കിട്ടി. അത് തന്നെ 100/25 log 4 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. കിട്ടിയാ? എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കി? തന്നിട്ടില്ലേ? കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ. എത്ര കിട്ടിയാണ്? 99. ഇത് എത്ര? എവിടെ? 99 ആയിട്ടല്ലേ ഇവിടുത്തെ കേട്ടോ. ഓക്കെ. ശ്രീധർ നല്ല ഫാസ്റ്റ് ആണ് അല്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് അത് കേട്ടോ നന്നായിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലോഗ് അത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ല. ഇത് ഇട്ട് കൊടുത്തു. log 4ന്റെ വാല്യൂ log 3യുടെ. ആ കേക്ക് വലിയൊരു വാല്യൂ കിട്ടണമെന്നില്ല കേട്ടോ. ഏകദേശം ഇല്ല, അങ്ങ് കട്ട് ചെയ്യാല്ല അപ്പുറത്തിട്ടിട്ട്. മനസ്സിലായി? അങ്ങനെ കയറ്റി കൊണ്ടുപോകണം കേട്ടോ. ഇതേ ഇപ്പൊ ഫുൾ വാല്യൂ കണ്ടെത്തിയല്ലോ. കെയുടെ വാല്യൂ എത്ര എടുത്ത് വെച്ച്? കെയുടെ വാല്യൂ ഫുള്ളായിട്ട് ചെയ്തു. അത്രയും വരെ അങ്ങനെ എത്തിയോ അല്ലേ? ഓക്കെ. അങ്ങനെ നിർബന്ധമില്ല. ഇത് കണ്ടത് ഇത്രയും വരെ കിട്ടി നിർത്തിയാൽ മതി. ഏകദേശം കണ്ടോ? ഇത്രയും വരെ കിട്ടിയാൽ മതി. ആ കട്ടായി പോവാ. അതാ പറഞ്ഞു. കണ്ടോ? അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഓക്കെ. അതുകൊണ്ടാ അത് ആ 2.3 അപ്പുറത്ത് കട്ടായി പോകും. മോന് ഈ വാല്യൂ ഇല്ലേ, ഇത് കെയുടെ വാല്യൂ ഇല്ലേ, അത് അങ്ങനെ തന്നെ അപ്പുറത്തോട്ട് എഴുതിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. കെയുടെ വാല്യൂ എത്ര കിട്ടിയ ആദ്യത്തേല്? ഓക്കെ, അത് പറയാൻ വേണ്ടിട്ടാ. ഓക്കെ, കെയുടെ വാല്യൂ എത്ര കിട്ടിയ ആദ്യത്തേല്? അങ്ങനെ ചെയ്തല്ലേ? നല്ല വെച്ച് പറഞ്ഞുതരാം കേട്ടോ. കെയുടെ വാല്യൂ എത്ര കിട്ടിയ? എങ്ങനെ ചെയ്തേ മോനെ? കെയുടെ വാല്യൂ അങ്ങനെ ചെയ്തു അല്ലേ? പറയാം. കെയുടെ വാല്യൂ എത്ര കിട്ടിയ മോനെ? കട്ടായി കളയണം. അത് പറഞ്ഞ അങ്ങനെ ചെയ്യാവൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാ കെ കണ്ടെത്തിയോ? ഇല്ലല്ലോ. അങ്ങനെ കണ്ടെത്തണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. മിക്ക ആൾക്കാരെ കെയുടെ വാല്യൂ കണ്ടെത്തി ാണ് അടുത്തതിലേക്ക് പോയത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കെയുടെ വാല്യൂ കണ്ടെത്തരുത് കേട്ടോ. ഓക്കെ, കാരണം ടൈം കളയരുത്. എവിടെ നോക്കിയേ? 2.303/20 കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് കണ്ടെത്താൻ നോക്കുക. log 4 മൈനസ് log 3 എത്ര കിട്ടി? 0.125. അതും കണ്ടെത്താതെ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അതിലേക്ക് വേണ്ട, അത് എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത്രയും വരെ കണ്ടെത്താം. ഈ കെയുടെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ? k ഈക്വൽ ടു 2.303/t. t ആണ് നമുക്ക് അറിയാത്തത്. ഇൻറ്റു ലോഗ് എത്ര വരും? ലോഗ് 100/25. അപ്പൊ log 4 കിട്ടും അല്ലെ? അപ്പൊ k ഈക്വൽ ടു 2.303/t log 4. log 4ന്റെ വാല്യൂ എത്രയായിരുന്നു? 0.60. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കെയുടെ വാല്യൂ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ കാൽക്കുലേഷൻ ടൈം കളയരുത്. 20 ഇൻറ്റു 0.125 ഈക്വൽ ടു 2.303/t ഇൻറ്റു 0.6021. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലേക്ക് ശ്രദ്ധിക്കരുത് കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ അടുത്ത് കെ അവർ കണ്ടെത്തണം എന്ന് പറയുകയാണ് എങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇതിനിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവാ. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എറർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ചെയ്യും. കണ്ടോ, ഇത് രണ്ടും കട്ടായി പോയി അല്ലെ? ഇനി റീ അറേഞ്ച്മെന്റ് ചെയ്താ t ഈക്വൽ ടു എന്ത് വരും അല്ലെ? 20 ഇൻറ്റു 0.6021
ഡിവൈഡഡ് ബൈ 0.125 കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുക്കാൻ നോക്കുക, എറർ പരമാവധി കുറയ്ക്കാൻ നോക്കുക കേട്ടോ. ഒറ്റയടിക്ക് എത്താൻ നോക്കുക. ഈ കിട്ടുന്നതിന് എന്തിൽ എഴുതണം? ഈ ടി എന്താ, സെക്കൻഡ് ആണ്, മിനിറ്റ് ആണ്, ഇയർ ആണോ? മിനിറ്റ് കേട്ടോ. ഓർത്ത് നോക്കുക, മിനിറ്റിൽ എഴുതാം കണ്ടോ. അപ്പൊ ഈ വാല്യൂ എടുത്തു ഇതിലേക്ക് കൊടുത്തു കണ്ടോ, കട്ടായി പോകും. അതിന് പകരം ഈ കെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ കുറെ സമയം കേട്ടോ അങ്ങനെ കാൽക്കുലേഷന് പോകും. അപ്പൊ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. ഏതാ മോനെ? എന്ത് പറ്റി? .20 ഇതാണോ? കാൽക്കുലേഷൻ ആണ്. അല്ല ഇവിടം വരെ എത്തിയില്ലേ? ഇത് കറക്റ്റ് അല്ലേ മോന്റെ? ഇത് t equal to 20 into 0.6021 by 0.125. അത് ചെയ്യരുത് കേട്ടോ. ഓർത്ത് നോക്കാം. അവിടെയാണ്. അപ്പൊ അത് അവിടെ ചെയ്യണ്ട, ഇവിടെ ചെയ്താൽ മതി കേട്ടോ. എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരണം, മനസ്സിലായി? ഇവിടെ ഇട്ട് ചെയ്യരുത്. കാരണം ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവര് അങ്ങനെ കൊടുക്കാനായിട്ട്. ഇതിപ്പോ മാർക്ക് ഇപ്പൊ 2.5 ഹവേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് എറർ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ കെയിൽ തന്നെ തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, എത്ര? ഓക്കെ. ഇത് വരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നിട്ട് വേറെ ഒന്നുമില്ല, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആക്കിയിട്ട് ചെയ്താൽ മതി എപ്പോഴും കേട്ടോ. ഓർത്തോളൂ. ഇങ്ങനെ വന്ന് ഒരിക്കലും എറർ വരില്ല. 6021 ഡിവൈഡഡ് ബൈ 1250 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും എറർ വരില്ല. ഫ്രാക്ഷണൽ എറർ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിന്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ എത്രയായിരിക്കും എന്ന് തോന്നും? എങ്ങനെ വന്നാലും കണ്ടോ, ഇത് എത്ര ഡിജിറ്റ് വരും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങും കേട്ടോ. ഓക്കെ. ഈ 12506 സംതിങ്ങിൽ എത്ര പ്രാവശ്യം പോകും അല്ലേ? ഓക്കെ. എന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വരില്ല. അത് നോക്കിയാൽ മതി കേട്ടോ. പോയിന്റ് എറർ വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ന്യൂമറിക്കലേ നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഇവിടെ ശ്രദ്ധിക്കുക, ന്യൂമറിക്കലില് നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഇപ്പൊ ഈ ഒരു വാല്യൂ കണ്ടു കഴിഞ്ഞാൽ പോലും ചിലർ പോയിന്റ് ഇട്ട് തന്നെ ചെയ്യും. ഇതിനെ നിങ്ങളെപ്പോഴും ഇത് കണ്ടോ, ഒരു 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് ഇവിടെ കംപ്ലീഷൻ എങ്കിലും ആക്കാൻ നോക്കുക. അപ്പൊ 20 into 602.1 ഡിവൈഡഡ് ബൈ 125 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വാല്യൂലേക്ക് വരെ എത്താൻ പറ്റും. 125 600 എത്ര ടൈം പോകും? ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റർ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ഇത് ചെയ്യാതെ നമുക്ക് അതിന്റെ വാല്യൂ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. 125 into 4 എത്രയാ? 4 എന്ന് പറയുമ്പോൾ 100 ആയില്ലേ? 25 into 4 എത്രയാ? 100 ആണ് ആക്ച്വലി. 500 ആണ്. 125 into 4 എത്രയാ? 500 ആണ് ആക്ച്വലി. ഇനി അപ്പോ ഒരു ടൈം കൂടി വന്നു കഴിഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും? 4 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ അല്ലേ? അപ്പോ ഇവിടെ ഇത് കട്ടായി കഴിഞ്ഞാൽ 4 പോയിന്റ് സംതിങ്, പിന്നെ ഒരു 100 റിമൈനിങ് ഉണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത്. അപ്പോ ഏകദേശം ഇത് 4.5 മുകളിലായിരിക്കും. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയോ, ഇത് 4 പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഒരു എന്താണ് 4.7 or 8 ആയിരിക്കും. 4.8 എടുക്കും. 4.8 into 20 4.8 into 20 എത്രയായിരിക്കും? 96 കിട്ടും. ഇനി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ആൻസർ ഇല്ല വന്ന സമയത്താണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. അല്ലാതെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂ കിട്ടില്ല കേട്ടോ. വ്യൂ കിട്ടില്ല. പിന്നെ എപ്പോഴും മാത്സിന് ഉപയോഗിക്കുമ്പോൾ എന്താണ് നിങ്ങൾ പണ്ട് പഠിച്ചേക്കുന്ന എളുപ്പമുള്ള മെത്തേഡ് ഉപയോഗിച്ച് അതിന് എറർ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കാം. പോയിന്റ് ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും കൂടി ചേരുമ്പോൾ 2 പോയിന്റ് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 57. ക്വസ്റ്റ്യൻ നമ്പർ 57 അടുത്ത ടൈപ്പ് ആണ്. For the reaction 2NO plus Cl2 gives 2NOCl. The following data were collected. All the measurement were taken at 263 Kelvin. അല്ലേ? എന്നിട്ട് ആ വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ അല്ലേ? പേജ് നമ്പർ 50 തന്നെയാണ്. 57 0.15 0.15 0.60 അല്ലേ? അങ്ങനെ വാല്യൂ തന്നു. ഫോർത്തില് 0.25 0.25 ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ലോ. റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടെത്തണം? കെ കണ്ടെത്തണം. അപ്പൊ ആദ്യം കണ്ടെത്തേണ്ടത് കെ കണ്ടെത്താനാണ്. കെയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതും? റേറ്റ് ഈക്വൽ ടു പറഞ്ഞേ പറയ്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ആൻഡ് ബി റൈസ് ടു വൈ. എക്സും വൈ അറിയോ?
ഇല്ല. അപ്പൊ എക്സും വൈ ആദ്യം കണ്ടെത്തണം. എങ്ങനെ എക്സും വൈയും കണ്ടെത്തണം? ഇക്വേഷൻ അല്ലെ, 2 ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെ, പുറത്തു നോക്കാം. എത്ര പേർക്ക് കിട്ടുന്നു നോക്കട്ടെ. ഫസ്റ്റ് ആ ഇക്വേഷൻ ഉണ്ടാക്കി എല്ലാവരും ഈ ക്വസ്റ്റനില് കേട്ടോ, ഓർഡറിൽ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ എല്ലാ ഇക്വേഷനും ഓർഡറിൽ എഴുതി 1 2 3 എഴുതി പോകണം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം അതാണ് അല്ലെ. എങ്ങനെ എഴുതും? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു a റൈസ് ടു x ആൻഡ് b റൈസ് ടു y. ദെൻ റേറ്റിന്റെ വാല്യൂ ആദ്യത്തിൽ പറഞ്ഞ ശ്രീധര എത്രയാണ്? ഫസ്റ്റ് കോളം റേറ്റ് 0.15 അല്ലേ? അതാണ് ചോദിച്ചേ. റേറ്റ് പറ ആദ്യം. 0.6 ഈസ് ഈക്വൽ ടു k ഇൻറ്റു എത്രയാ? 0.15 0.15. ഉണ്ടോ? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാനാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത എന്തായിരുന്നു സെക്കൻഡ് ഇക്വേഷൻ? 1.20 അല്ലേ? 1.20 ഈക്വൽ ടു k ഇൻറ്റു ഇക്വേഷൻ 0.15 റൈസ് ടു x ആൻഡ് 0.30 y. Then അടുത്ത ഇക്വേഷൻ 0.3 ഈക്വൽ ടു k ഇൻറ്റു 0.15 റൈസ് ടു x ആൻഡ് 2.4 റൈസ് ടു y. 1 2 3 അല്ലേ? 3 ഇക്വേഷൻ. ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടെത്താൻ ഫിലിപ്പോസേ എന്തായിരുന്നു എക്സും വൈയും കണ്ടെത്താനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഏതായിരുന്നു? 2.40. നോക്കില്ല, ഒരു മിനിറ്റ് പറ. 2.40 നേരത്തെ കഴിഞ്ഞല്ല. 2.40 അല്ലെ ഈക്വൽ ടു 0. നേരെ എടുത്ത് എഴുതിയ 0.3 ആൻഡ് 0.15. ഓക്കെ കേട്ടോ, 3 ഇക്വേഷൻ. ഈ 3 ഇക്വേഷനില് എക്സ് അല്ലെ, എക്സ് ഒരേപോലെ വാല്യൂ വന്നാലാണ് കട്ടായി പോവുള്ളൂ. അപ്പൊ ഇക്വേഷൻ 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാല് എക്സും കട്ടായി പോയി ആരെ കിട്ടും? വൈ. അപ്പോ ഇക്വേഷനിൽ ഹയർ ഡിവൈഡഡ് ബൈ ലോവർ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തേ? ഇവിടെ നോക്കിയേ, ഇതാണ് വലിയ വാല്യൂ അല്ലെ. അപ്പോ ഡിനോമിനേറ്ററിൽ ആൻഡ് ന്യൂമറേറ്റർ, അപ്പോ ഇത് ഡിനോമിനേറ്ററിൽ വന്നാൽ കട്ടാവുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1.2 ഡിവൈഡഡ് ബൈ 0.6 എന്ന് പറഞ്ഞാൽ എന്താ? 12/6. 12/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി അല്ലേ? k. Then ഈ വാല്യൂസുകൾ അല്ലെ ഓരോന്നായിട്ട് കൊടുക്കാം. 0.15 റൈസ് ടു x ആൻഡ് 0.15 റൈസ് ടു y. കെയും കട്ടാവും, ഇതും കട്ടായി. Then 0.30 റൈസ് ടു y, 0.15 റൈസ് ടു y. ഇപ്പൊ എന്ത് വരും? 2 കിട്ടി. Then 2 ഈക്വൽ ടു ഇത് കട്ടാകുമ്പോൾ 2 ടൈം ആണ് 2 റൈസ് ടു y. അപ്പൊ y ഈക്വൽ ടു ഇത് കട്ടാവില്ലേ 15 30 2 റൈസ് ടു y ഈസ് ഈക്വൽ ടു 2. എന്താ പറയാ? y 1. y എന്ത് കിട്ടി? 1 കിട്ടി. y 1 കേട്ടോ. x ഇതുപോലെ ഏതൊക്കെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ x കിട്ടും? ഇത് 2 സെയിം അല്ലേ? അപ്പൊ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. അപ്പൊ എത്ര കിട്ടി? x കിട്ടി 2 അല്ലെ? അവിടെ കിട്ടി. എല്ലാവരും കാണിച്ചു തരണം കേട്ടോ ചെയ്തേക്കുന്നത്. കിട്ടിയ എന്നിട്ട് ആർക്കെങ്കിലും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കുഴപ്പമില്ല. അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ.
കിട്ടിയോ? എക്സ് എത്ര കിട്ടി? 2. ഇനി കെ കണ്ടത് കേട്ടോ. കെ ഫൈൻഡ് ചെയ്യും. കെ ആർക്കെങ്കിലും കിട്ടിയോ? എക്സ് 2 കിട്ടിയല്ലേ, കുഴപ്പമില്ല. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എളുപ്പമുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ. 1ഉം 2ഉം കൊടുക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കെ കണ്ടെത്തണം. ഇക്വേഷനിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം 0.1 15 0.15 raised to 2 വരുമ്പോൾ 15 × 15 225 അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് വേഗം കണ്ടെത്താം കേട്ടോ. ഓക്കെ, എത്ര കിട്ടി? ചെക്ക് ചെയ്യും ബാക്കിൽ. കറക്റ്റ് ആണ്. ഇതേ സ്ക്വയർ ഒക്കെ വരുമ്പോ ഇപ്പൊ ഇതില് y മിക്കവാറും കിട്ടിയെന്ന് പറഞ്ഞു, എക്സും കിട്ടി, എക്സ് 2 കിട്ടി. എക്സ് 2 ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? കിട്ടിയാകുമ്പോ ഓക്കെ. ഇനി കെ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ഇത് ഉണ്ടല്ലോ, ഇവിടെ ഫ്രാക്ഷനിൽ എറർ വരാതിരിക്കാൻ വേണ്ടി 15 × 10⁻⁻2 അങ്ങനെ എഴുതണം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഞാനാണെങ്കിൽ ഈക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.6 എന്നുള്ളതിന് 6 × 10⁻⁻1 ഈക്വൽ ടു കെ. 0.15 ഞാൻ 15 × 10⁻⁻2 all raised to 1, then 15 × 10⁻⁻2 all raised to 2 ഉണ്ടോ? ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? കെ ഈക്വൽ ടു എന്ത് വരും? 15 ഇൻറ്റു ഉണ്ടോ 10⁻⁻2 അവിടെ ഉണ്ട്, അത് എടുത്തെഴുതി. അടുത്ത് എഴുതുമ്പോൾ നോക്കിയേ, 15 × 15 × 10⁻⁻2 ചെയ്യുമ്പോൾ -4, അല്ലെങ്കിൽ 0 എഴുതി മരിക്കും കേട്ടോ. 0.00 അങ്ങനെ എഴുതി ചെയ്യും. അതിനേക്കാളും നല്ലത് ഇതാണ്, 6 × 10⁻⁻1. ഇനി ഇത് കണ്ടോ, റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ 15 × 15 × 15 എഴുതുന്നത് നോക്കുക കേട്ടോ. 10⁻⁻4ഉം -2ഉം കൂടി ചേർത്ത് എത്ര വരും? 10⁻⁻6. then 10⁻⁻1 മുകളിലേക്ക് വന്നാൽ 10⁻1, അപ്പൊ 10⁻5. അപ്പൊ ആൻസർ വരുമ്പോൾ 15 × 15 225. 225 × 15 ചെയ്താൽ ആൻസർ ആയി. ഇൻറ്റു എത്ര വരും? 10⁻⁻5. കണ്ടോ, ഇത്രയും സമയം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, എളുപ്പമായിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതി പഠിക്കുക, എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാറെ 0.0000 ഈ ഇട്ട് 00 പിടിക്കും. എറർ വരാതിരിക്കാൻ വേണ്ടി ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് കൂടുകയുള്ളൂ. എറർ ഒന്നും വന്നാൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? യൂണിറ്റ് ഏത് ഓർഡർ ആണ്? 3. അപ്പൊ എന്തായിരിക്കും ആ മറ്റേ അത് തന്നെ തേർഡ് ഓർഡർ അല്ലേ? തേർഡ് ഓർഡർ ആകുമ്പോൾ എന്ത് വരും? മോൾ റേസ് ടു അപ്പൊ എത്ര വരും? -2 അല്ലെ? മോൾ റേസ് ടു -2, എൽ റേസ് ടു 2, എസ് റേസ് ടു -1. അതാണ് കറക്റ്റ് യൂണിറ്റ് കേട്ടോ. കിട്ടിയോ? ഓക്കെ, എത്ര? 177. ബാക്കിൽ അത് തന്നെയാണോ? 17777 കിട്ടി അല്ലേ? കിട്ടിയ പ്രണവേ? /6 ഉണ്ട്. /6 ഉണ്ട് കേട്ടോ.
ഡിവൈഡ് ബൈ 6 ഉണ്ട് കേട്ടോ. ഇവിടെ ഈ 6 ഉണ്ട് കേട്ടോ. ഏതോ മോനെ? ഓ 6 മുകളിലാണല്ലോ, ശരിയാണല്ലോ. ഇത് പുറത്തേക്ക് വരും കേട്ടോ. പറയണോട്ടോ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടോ. നേരെ തിരിച്ചാണ് കേട്ടോ. എന്താ പറയാനേ? 6 into 10 raised to minus 1 divided by 15 into 15 into 15 into 10 raised to ഇത് 4 ഇത് -6. ഇത് ടോപ്പിലേക്ക് വരുമ്പോൾ 10 raised to 5 വരും കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. ദെൻ ഫിലിപ്പോസേ വന്നിട്ട് കേട്ടോ. നോക്കിയിട്ടില്ല. കിട്ടുമല്ലോ പറ ഇല്ലാലെ. എന്നിട്ട് മൈൻഡ് ചെയ്യണം കേട്ടോ. ഇല്ലാലെ എല്ലാരും പറയണം കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലോ. അടുത്ത ക്ലാസ്സിലെ അപ്പോ നിങ്ങൾ ഈ കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റിയാക്ഷൻസുകൾ, പിന്നെ എല്ലാ ഇക്വേഷനും ഡെയിലി റിയാക്ഷൻസ് എല്ലാ ഇക്വേഷനും കേട്ടോ. ഓർഡറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഫസ്റ്റ് വൺ സാൻമേസ്, പിന്നെ ഫിംഗൽസ്റ്റീൻ, സ്വാട്സ്, വുഡ്സ് ഫിറ്റിക്, ഫ്രീഡൽക്രാഫ്റ്റ്, ഫിറ്റിക്, കോബ്സ് റിയാക്ഷൻ, റേമറ്റേമൻ റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ്, റോസൻമൻ റിഡക്ഷൻ, സ്റ്റീഫൻസ് റിയാക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗെറ്റർമാൻ-കോച്ച് റിയാക്ഷൻ, Clemmensen reaction, Wolff-Kishner reaction, aldol condensation, Cannizzaro reaction, decarboxylation reaction, HVZ reaction, ammonolysis, Gibril-Thallimide reaction, Hofmann-Bromide degradation reaction, carbylamine reaction, Getterman reaction, coupling reaction, diazotization. ജസ്റ്റ് ആ ക്വസ്റ്റൻ ഒന്ന് വായിച്ചിട്ട് ഇടാം. പവൻസിൽ വന്നേക്കുന്ന ക്വസ്റ്റൻ ആണ്. സെക്ഷൻ ഡിയില 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. സെക്ഷൻ ഡിയില 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. അതിൽ തന്നെ 4 മാർക്കിന്റെ 2 ടൈപ്പ്, അത് കോമ്പറ്റേറ്റീവ് ബേസ് ആയിട്ട് വരുന്നതാണ്. The earliest non-coordination compound is the bright red Alizarian dye, first used in India and known to the ancient Persian and Egyptian. It is a calcium aluminum chelate complex of hydroxyl anthraquinone. Okay, the first scientifically recorded observed of completely inorganic coordination compound was made by German chemist and physicist. Additional, the alchemist and Brian എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് CuNH3 4 time 2+ ഫോം കുറെ ഉണ്ട്. അതുകൊണ്ടാണ് when അതിന്റെ ഇടയിലൊക്കെ വിട്ട് കളയുന്നുണ്ട്. When lime water containing sal ammonium chloride come into contact with brass. Another example of coordination compound is the substance Persian blue with the formula Fe4 FeCN6 thrice, which was being used as an artist pigment since the beginning of the 18th century.
Another earlier example of the preparation of coordination compound എന്ന് പറഞ്ഞ soluble compound എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കഥ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ചോദ്യം ഇതിലേക്ക് വരാം. 1 mole of CrCl3.6H2. ഇനി ഇത് വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 1 mole of CrCl3.6H2O compound react with excess AgNO3 solution to yield 2 mole of AgCl. Write the structural formula of the compound. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? ഇത് ഒന്ന് നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓർത്തോളൂ. ഇനി രണ്ടാമത് പിടിച്ചോട്ടോ, എന്ന് പറഞ്ഞാൽ അതർ ദാൻ ഓർഗാനിക്. ഇവർക്ക് എങ്ങനെ വന്നാലും പേജ് കേട്ടോ ഓർത്തോക്കുന്നത് കേട്ടോ. അതിനെ ചെയ്യുന്ന നോക്ക്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എവിടെ കിടക്കുന്നു, അതിന് ഏത് വേർഷൻ ഉണ്ട് അതുവരെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കി കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. When a coordination compound CrCl3.6H2O is mixed with AgNO3, 2 mole of AgCl are precipitated per mole of the compound. Write the structural formula. 2016-2019 repetition question. Okay. Then next ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2016 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഡൽഹി സെറ്റിൽ വന്നേക്കുന്നത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇതിന്റെ ഏത് വേർഷൻ വരെ ചോദിക്കുമെന്ന് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഓർത്തോളാം. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ. ഇതിന് വേറെ ടിപ്പ് ഒന്നും പഠിക്കാനില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ കിട്ടിയോ മോനെ? കിട്ടിയോ? ഇവിടെ നോക്ക്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1 mole of CrCl3.6H2O compound react with excess AgNO3 solution to yield 2 mole of AgCl. ഇതാണ് പറഞ്ഞേക്കുന്നത് എന്താ? 2 mole of AgCl. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ. CrCl3.6H2O ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് AgNO3. അപ്പോ അവിടെ കിട്ടിയിരിക്കുന്നത് 2 mole of AgCl. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ നമ്മൾ ചോദിക്കോട്ടോ, പറയണം അത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോർഡിനേഷൻ കോമ്പൗണ്ട് ടോട്ടൽ 6 ആണ് വരിക. ടോട്ടൽ 6 ആണ് വരിക. എഴുതുന്ന രീതി നോക്കിക്കോട്ടോ. Cr Cl H2O 5 times Cl. ഇതേ പഠിക്കട്ടെ. 2 mole of AgCl കണ്ടോ? അപ്പൊ Cl2 പുറത്ത് 2 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 mole of AgCl. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞേ അല്ലേ? ഓർത്ത് നോക്കാം. ഇനി ഒരു വാട്ടർ അവിടെ പോകും, ഒരു വാട്ടർ അല്ലേ അല്ലേ? ഡോട്ട് H2. ഇതിന് എന്താ ഈ ടൈപ്പ് സംഭവത്തിന് എന്താ വിളിക്കാറുള്ളത്? ഏത് ഐസോമറസ് ആണ്? സോൾവേറ്റ് ഐസോമറസ്. ഓർമ്മയുണ്ടോ? കളറൊക്കെ മാറുന്നത് അല്ലേ? ഓക്കെ, കളർ മാറ്റുന്നത് മനസ്സിലായില്ല. ഓക്കെ, ഇതാണ് ആൻസറിലേക്ക് വരാം. ഇനി നോക്കാം. 3 mole of AgCl എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? 3 mole of AgCl എന്ന് പറയുമ്പോൾ ഈ Cl എത്രണ്ണുണ്ട്? ഇതല്ലേ ബേസ്. ആ 3 പിടിച്ച് പുറത്തിടണം. അപ്പൊ എന്തായിരിക്കും? Cr H2O എത്രയും ഒരു 6 times Cl3. ഇതാണ് 3 mole of AgCl. 1 mole of AgCl എന്തായിരിക്കും? ഇത് പറഞ്ഞ വിടും. 1 mole of AgCl ഇതാണ് അവര് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അവർ പറയും 1 mole of AgCl വന്നു. Cl2 H2O 4. Very good. Then പുറത്ത് എത്ര ഉണ്ടായിരുന്നു? ഡോട്ട് എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഡോട്ട് എഴുതി കുറച്ചുകൂടി നല്ലത്. ഡോട്ട് എത്ര വരും? 2H2. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓർത്തോക. ഇനി ഈ കഥയും പേർഷ്യന്റെ കഥയൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നേ, ഇനി പേർഷ്യനിൽ ആ സാധനം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഓർത്തോക. ഇനി അത് പറയുന്നത് ആ മോളിക്യൂൾ അങ്ങനെ ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ട്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ ടോപ്പിക് വരുന്നത് എവിടെ നിന്നാ?
അതാണ് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഡബിൾ സോൾട്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഡബിൾ സോൾട്ട് complete dissociate when dissolved in a water. Coordination compound do not dissociate. ഇത്രേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വീട്ടിൽ പോയിട്ട് എന്ത് പറഞ്ഞ നീ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് അതാണ് നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യേണ്ടത്. ആ ഫോർമാറ്റ് എല്ലാം അടിച്ചു തീർക്കണം. ഈ ക്വസ്റ്റ്യൻ കണ്ടു. ഇനി അങ്ങനെ നോക്കിക്കണല്ല. സെക്കൻഡറി വാലൻസി ഓഫ് സിആർ എന്തായിരുന്നു പറഞ്ഞേ? സിആറിന്റെ സെക്കൻഡറി വാലൻസി ഏതാ പറയേ? ഇതിലെ സിആറിന്റെ സെക്കൻഡറി വാലൻസി പ്രൈമറി വാലൻസി ഏതാ? Bernoulli's theory. Coordination compound exhibit two valencies, primary and secondary. Primary valency generally ionizable. എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടർ അയോൺ. പ്രൈമറി വാലൻസി എത്രയാ? കൗണ്ടർ അയോൺ. അപ്പൊ സെക്കൻഡറി വാലൻസി എത്രയാണ്? 6. നമ്പർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിനെയാണ്. അപ്പൊ എത്ര വരും? 5 plus 1 6. ഓക്കെ, അപ്പോൾ ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. The complex compound of CO2 plus with EDT is more stable than that of the complex formed by Ca2 plus with ethyl diamine. Answer എന്തായിരിക്കും? 4 ബോണ്ടിങ് വരുമ്പോൾ വിളിക്കും. അവിടെ ചിലൈൻ ബോണ്ട് വരും അല്ലേ? കേട്ടോ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഡീറ്റെയിൽ എന്താ? എത്തിലീൻ ഡയമീൻ ടെട്രാസൈൻ. ഡെൻസിറ്റി എത്രയല്ല? 6 ആണ്. EDTA 6 കേട്ടോ. ഓർത്തുക. നമ്മൾ കാണുമ്പോൾ 4 പോലെയാണ് തോന്നണേ. അതിൽ എന്നും വരും. ഡെൻസിറ്റി 6 ആണ്. ഞാൻ എടുത്ത് എഴുതി തന്നിട്ടുണ്ട്. ഹെക്സാഡെന്റേറ്റ് ആണ്. അപ്പൊ ഹെക്സാഡെന്റേറ്റ് വരുമ്പോ എന്താ? ചിലേറ്റ് ആണ്. അത് കൂടുതൽ പിടിച്ചു നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആണ്. സമയം കഴിയുമ്പോൾ കുറയ്ക്കും. 15 മിനിറ്റ് ആയി കേട്ടോ. കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരും മോനെ.